ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്ലസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ആലപ്പി ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓൾറെഡി ഞാൻ റെഡി ആയി കഴിഞ്ഞ് ഇപ്പോൾ ഓരോരുത്തരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അനിയത്തിനും കുട്ടിയുണ്ട്, കണ്ണൻ, അമ്മ, അച്ചു, ആരു എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിയയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലോങ് ട്രിപ്പ് കിയയിൽ ആലപ്പി. അപ്പോൾ പോവാൻ നിൽക്കുക. നല്ല മഴയാണ്, ഒരു നല്ല അടിപൊളി മഴ പെയ്ത് തോർന്ന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. നാട്ടിൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നേരത്തെ കാലത്ത് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല മഴയെല്ലാം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ഈ ട്രിപ്പ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിരിക്കണം. കാരണം മഴയൊന്നും അങ്ങനെ ബാധിച്ചില്ല. മഴയെ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് സൗമോള് നല്ല സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് പിന്നെ ഇരുന്ന് ഡോറടച്ച് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അപ്പോൾ ഞാൻ ഉള്ളിൽ കണ്ട അവൾ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ്. അമ്മയാണ് ഇരിക്കണത് ബാക്കിൽ, അച്ചു, കണ്ണൻ, അമ്മു, പിന്നെ ഞങ്ങൾ, പിന്നെ ഇതാ ഗുരുവായൂരപ്പനുണ്ട്, ഗണപതി ഭഗവാനും ഉണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എടപ്പള്ളി അവിടെ നമ്മുടെ മെട്രോയുടെ ആ ഭാഗത്ത് എത്തി. അവിടേക്ക് കണ്ടിൽ നല്ല വെള്ളം, നല്ല മഴയെ കാരണം നല്ല വെള്ളം നിറഞ്ഞിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊന്നും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വല്ലാണ്ടൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ ഒരു ചെറുങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറുങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു. നല്ലൊരു അടിപൊളി ഹോട്ടലിൽ കയറി ലഞ്ച് കഴിച്ച് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അടിപൊളി നല്ല വെജ് കഴിച്ച് നോൺ വെജും കഴിച്ച് അങ്ങനെ മിക്സായിട്ട് കഴിച്ചത്. ഞാൻ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച്, ഇവരെല്ലാവരും ഫിഷും പിന്നെ മന്തി അങ്ങനെ ബിരിയാണി അങ്ങനെ ഓരോരുത്തരെ ലൈക്ക് അങ്ങനെയായിട്ട് ഉള്ളത് വാങ്ങിച്ച് ഞാൻ പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച്. അപ്പോൾ പിന്നെ എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങളതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ റിസോർട്ടിലെത്തി. അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ആ ടൈമിൽ നല്ല മഴ ആയിരുന്നു പെയ്തിട്ട് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷൻ കവാടം എടുക്കാൻ പറ്റിയില്ല. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള നമ്മളെ ലോബിയിലുള്ള സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ എടുക്കുന്ന അമ്മൂട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും കേക്കും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. റൂമും കാര്യങ്ങൾ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി വാട്ടർമെലൺ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് തന്ന് വെൽക്കം ഡ്രിങ്കായിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മഴയൊക്കെ പെയ്ത് നന്നായി കുതിർന്ന് നിൽക്കുന്ന സമയം, പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. മഴയത്താണ് ശരിക്കും തോന്നുന്നത് എൻജോയ്മെൻ്റ് ഉള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതിന് ഞങ്ങൾ റൂമിലേക്ക് പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലം, തുറന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂംസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന. അവിടെ നിന്നിട്ട് മീനും പിടിക്കുക, ഗെയിംസ് കളിക്കുക. അവിടെ പിന്നെ എന്താണ് തെറാപ്പി, മസാജ് ഉണ്ട്, സ്പാ കാര്യങ്ങളെല്ലതും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നിട്ട് അതും ചെയ്യുക. അങ്ങനെ അല്ല, പിന്നെ ഈ ഒരു ഇരുട്ട് പോലെ തോന്നുന്നു മഴക്കാറുള്ളത് കൊണ്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് നേരെ ഈ വെള്ളം ഉണ്ടല്ലോ, നേരെ കായലിൽ നിന്ന് വരുന്ന വെള്ളമാണ് നേരിട്ടിട്ട്. അതിനെ പിന്നെ മീനൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചൂണ്ടൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. മീൻ കിട്ടിയില്ല. എന്നാലും പിന്നെ ശ്രമിച്ചില്ല, കാരണം കുറച്ചൊക്കെ ശ്രമിച്ചു. പിന്നെ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു കുക്ക് ചെയ്ത് തരുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ നമുക്കിപ്പോൾ എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിന് മുതിർന്നില്ല. പിന്നെ റൂമിലേക്ക് പോവുകയാണ്.
അതാ നന്നായിട്ട് ചുവന്നുള്ള തെച്ചി. ഈ തെച്ചി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നല്ല റെഡ് ബ്ലഡിൻ്റെ കളറായിട്ടുള്ളൊരു തെച്ചി. അപ്പോൾ അതിനെ അവർ കണ്ടില്ലേ റൂം കാണിച്ചു തരികയാണ് അവർ വന്നിട്ട്. നല്ല അടിപൊളി ആംബിയൻസ്, സൂപ്പർ, എന്താ രസിച്ചിട്ടാണ്. നല്ല ഭംഗി, കായലാണ് കാണുന്നത്, എന്തൊരു ഭംഗിയാണ്. കുറച്ച് മഴ പെയ്ത്, മഴ ഇല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തൊരു ബാൽക്കണി പോലെയാണ്. ആ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കഴിക്കും. മഴ ഉള്ളപ്പോൾ പിന്നെ അങ്ങനെ മഴ ശീതളടിച്ചിട്ട് അവിടെ അങ്ങനെ നനയുന്നതുകൊണ്ട് ആ ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഉൾവശങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഞങ്ങൾ പെട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ച്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അലമാര അങ്ങനെ കാര്യങ്ങളൊക്കെയാണത്, സാധനങ്ങളൊക്കെ വയ്ക്കാൻ. ഞാൻ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ഞാൻ ഇറങ്ങി അനിയത്തിയുടെയും കുട്ടികളും എല്ലാവരും കിടക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. ഡോറ് ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഡോറ് ലോക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് സെറ്റാക്കിയിട്ട് അവരുടെ റൂമിലേക്ക് പോവുക. അവരുടെ റൂമിൽ 2 ഇതാണ് റൂം ഒന്നിച്ചിട്ടാണ് ഉള്ളത്. ഒരു റൂമിൽ തന്നെ അകത്തേക്കും ഉള്ളിൽ നിന്ന് തന്നെ അപ്പുറത്തെ റൂമിലേക്കും കിടക്കുക. ഡബിൾ ഡോറായിട്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഞാൻ ആ റൂമിലേക്ക് പോവുകയാണ്. എന്തില്ല കുട്ടികൾ ഈ റൂമിലും അപ്പുറത്ത് ഇപ്പോൾ ഉള്ള ഡോറ് തുറന്നാൽ അവിടെ അമ്മയും അനിയത്തിയും കുട്ടികളും കൂടി കിടന്നിട്ട്. അപ്പോൾ രണ്ടിടത്തേക്കും നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് അപ്പുറത്ത് റൂമില്ലേ, അതേപോലെ ആ റൂമിലേക്കും കിടക്കുക, നോക്കി അങ്ങനെ. അപ്പോൾ സെയിം വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കാണുന്നത്. കണ്ടില്ലേ, ഇവരുടെ റൂമിൽ നിന്ന് കുട്ടികളുടെ റൂമിലേക്കും വരാം, അവരുടെ റൂമിലേക്കും പോവാം. അങ്ങനെയായിട്ട് നല്ല വലിയ റൂമും കാര്യങ്ങളും നല്ല സെറ്റ് കാര്യങ്ങളായിരുന്നു. അങ്ങനെ പിന്നെന്താണ് പറയാനുള്ള ബാത്റൂമും കാര്യങ്ങളും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വൃത്തി വേണം ബാത്റൂമിന്. ആ സംഭവമൊക്കെ നല്ല നീറ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ബാക്കി ഞങ്ങൾ പിന്നെന്താണ് അവിടെ വെള്ളത്തിൽ കളിച്ച് കുറേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ. വെള്ളത്തിൽ നമ്മൾ സ്വിമ്മിംഗ് പൂള് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ തിരക്കൂട്ടിയിരുന്നു. അപ്പോൾ ഏതായാലും വന്നില്ലേ, ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് പോയിട്ട് ഇറങ്ങിയിട്ടൊന്ന് നീന്താനൊന്നും അറിയില്ല, എന്നാലും ചെറുങ്ങനെ നീന്താൻ അറിയുള്ളൂ. എന്താ പറയുക, ചെറുങ്ങനെ അറിയുള്ളൂ, വല്ലാണ്ട് നീന്താനൊന്നും അറിയില്ല. അപ്പോൾ ഞാനും ഒന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ചെറുങ്ങനെ ഒരു ചാറ്റൽ മഴ ഉണ്ട്, നല്ല വെള്ളത്തേക്ക് ഇറങ്ങിയല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഈ ട്രിപ്പ്. ഇനി നിങ്ങൾ കണ്ടോക്കെ എങ്ങനെയുണ്ട്. പിന്നെ അവിടെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോകണം കേട്ടോ. ആലപ്പുഴ പോയാൽ ഈ റിസോർട്ട് ലക്നോപ്പിയിൽ പോകണം. നല്ല അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന്. ഇത് കായലാണിത്, നല്ല വെള്ളം പൊന്തിയിട്ട്. അപ്പോൾ തലേ ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ എടപ്പള്ളി എറണാകുളം അവിടെയൊക്കെ നന്നായിട്ട് നല്ല മഴയായിട്ട് വെള്ളമൊക്കെ പൊന്തിണ്ടായിരുന്നില്ലേ. ആ സമയത്താണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയിട്ട് പോയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് കായൽ നല്ല വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല, അവിടെയുള്ള ആൾക്കാർക്ക് മീൻ പിടിക്കുന്നുണ്ട് അവിടെ കായലിൽ. നല്ല വ്യൂ ആയിരുന്നു. രാവിലെയൊക്കെ കക്ക വാരി മീൻ പിടിക്കുക. എന്താണ് കക്ക വരികയല്ല, മീൻ പിടിക്കാനും പിന്നെ ബോട്ടും വലിയ വലിയ ബോട്ടുകൾ പോകുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഓൾറെഡി എത്തി സ്വിമ്മിംഗ് പൂളിൽ കുട്ടികളൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഇറങ്ങാനായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം നല്ല ആഴം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അത് കാലിൻ്റെ മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ വെള്ളം. അപ്പോൾ ആരും ഇങ്ങനെ നല്ല ആഴം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് 2 സെയിം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആരുട്ട് അങ്ങനെ കിടന്നിട്ട് അതിൽ കളിക്കണം. അപ്പം മോള് പറയുന്നുണ്ട് വലിയമ്മ അപ്പുറത്തേണ് നല്ല കുണ്ടുണ്ട്, പക്ഷേ സ്റ്റെപ്പ് ഉള്ളതൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാലൊക്കെ വെച്ച് മെല്ലെ ഇറങ്ങിയിട്ട് നിൽക്കിയിരുന്നു.
അപ്പോൾ എന്താ ആരും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ വീഴാൻ പോയി വഴുക്കിയിട്ട്. ഈ സമയത്ത് ആരുവിൻ്റെ മെല്ലെ എൻ്റെ ബാക്കിൽ വന്ന് ഇന്നെ ഒരൊറ്റ ഉണ്ട് ഭയങ്കര എൻ്റെ ഷോൾഡറിൻ്റെ അത്ര ഉണ്ടായിരുന്നു അതിൽ വെള്ളം. ഞാൻ 2 പ്രാവശ്യം മുങ്ങി പൊന്തിപ്പോയി അതിൽ.